നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? വെള്ളപ്പാട് കണ്ടിട്ട് കെട്ടിയിട്ട് ആദ്യരാത്രിന്റെ അന്ന് ഒഴിവാക്കിയ ചങ്ങാതിയാണ്. ഇതാണ് മമ്മദ്. ഈ മാതിരി കണ്ടിത്തരൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇമാതിരി കണ്ടിത്തരൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു പെണ്ണിനെ കെട്ടിയാൽ അസുഖമുണ്ടെങ്കിൽ ഒന്നിലും മമ്മദല്ലേ ആ കരിഞ്ജീരകവും ആ തേനും കൊടുത്തിട്ട് അത് മാറ്റേണ്ട പൊന്നു കോയ. ഇത്രയുള്ളങ്ങളെ നബി ഇത്ര വലിയ ഔഷധമാണ്, മരണം ഒഴിച്ച് എന്തും മാറ്റം എന്ന് പറയാം. എന്നിട്ടൊരു വെള്ളപ്പാട് കണ്ടപ്പോ അപ്പൊ തന്നെ മൊഴിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടു പ്രവാചകനാണ്. നമ്മളെ താളിക്കോയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താളി എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അക്ഷരം മിസ്സാണ്, അത് നിങ്ങൾ ചേർത്താൽ മതി. പണ്ട് കത്തി പള്ളയെ കയറ്റുന്നൊക്കെ പറഞ്ഞ ടീമാണ് കേട്ടോ. ഇപ്പം എന്താ മാറ്റമൊന്നും നമുക്ക് അറിയില്ല. ഒരു ശ്രമം വിളിച്ചു നോക്കാം. ഞാൻ അത്രക്കാരൻ. ഹലോ. ആ ലൈവാണ്. ആ തവക്കൽത്തു അലല്ലാ പറഞ്ഞങ്ങ് തുടങ്ങിക്കോന്നേ. സുഖാണല്ലോ അല്ലേ? മരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ലേ? എങ്ങനെ? ഉമ്മാന്റെ മരിപ്പും കാര്യങ്ങളൊക്കെ അതെ, ഉമ്മ മരണപ്പെട്ടു. അതെ, വളരെ വ്യസന സമേതം നമ്മളത് ഓർക്കുകയാണ്. വാപ്പ ഹയാത്തിലുണ്ടോ? വാപ്പ ഇപ്പോഴും മരിച്ചിട്ടില്ല, ഉടനെ മരിക്കും. അഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറത്തേയില്ല. മരിക്കുമ്പോ ഞാൻ അറിയിക്കാം. വാപ്പ മരിക്കാൻ വേണ്ടി തിരക്കൂട്ടുകയാണ്. എന്തായാലും മനുഷ്യന്മാര് മരിക്കൂലേ? അസുഖത്തിലാ? അതെ, മനുഷ്യന്മാരായ മരിക്കൂലേ? മുഹമ്മദ് നബി വരെ മരിച്ചു, പിന്നെയാണ് എന്റെ ബാപ്പ. സൽക്കർമ്മം എന്നുള്ളതിനെ കൂടെ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള സൽക്കർമ്മം അത് ഉമ്മാർക്കും വാപ്പാർക്കും ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ അജണ്ട. കാരണം അള്ളാന്റെ അധികാരത്തിൽപ്പെട്ട സാധനമാണ് സ്വർഗം. അത് ഉമ്മാന്റെ കാലിലടി വെച്ചതിന് ശേഷം പറഞ്ഞു, അത് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾ എടുത്തോളി, അത് നശിപ്പിക്കണമെങ്കിൽ എന്താക്കിയോളി, നശിപ്പിച്ചോളി. ഉമ്മ കാഫിറാണെങ്കിലോ? ഉമ്മ കാഫിർ ആയതിന്റെ അടിസ്ഥാനത്തില് ഇയാൾ ഏതാന്ന് വെച്ചോളി. ഉമ്മ കാഫിറാണ്, എന്ത് ചെയ്യും? ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ല, മകൻ മാത്രം ഇസ്ലാമിൽ വന്നു. ഇപ്പൊ നമ്മളെ അഖില ഹാദിയുടെ വർത്താനൊക്കെ അറിയാം, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അഖില ഹാദിയ ഇസ്ലാമിലേക്ക് വന്നു. അഖില ഹാദിയുടെ ഉമ്മ ഈ അടുത്താണ് മരിച്ചത്, അമ്മ. ഓക്കെ, അമ്മ നരകത്തിലാണോ സ്വർഗത്തിലാണോ? ഇസ്ലാമിന്റെ പ്രമാണം അനുസരിച്ച് നരകത്തിൽ തന്നെയാണ്. അപ്പൊ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടായിട്ട് എന്താ കാര്യം? അഖിലയുടെ അമ്മ അവിടെ നരകത്തിൽ കിടന്ന് പോയി ഒരു ലേശ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ, കാലിന്റെ അടിയിൽ സ്വർഗമാണ്. അഖിലയുടെ അമ്മയുടെ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടെന്നാണ് അപ്പൊ നിങ്ങൾ പറയണേ? അഖിലയുടെ അമ്മന്റെ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടെന്നുള്ളത് ഉണ്ടോ ഇല്ലേ? അതാണ് എനിക്കറിയാം. ഉമ്മാന്റെ കാലിന്റെ അടിയിൽ സ്വർഗമാണ് എന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കാലിന്റെ അടിയിൽ ഉണ്ടാവുമോ, അത് ഉമ്മാന്റെ കാലിന്റെ അടിയിൽ മാത്രമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാന്നുള്ളൂ. അതെ, എനിക്ക് അറിയാൻ വേണ്ടിട്ട് അത് ക്ലിയർ ചെയ്ത് പോണല്ലോ. നിങ്ങൾ ഉസ്താദല്ലേ? അതായത് ഇവിടം കൊണ്ട് സ്വർഗെങ്കിലും ഒരുക്കി കൊടുക്കാമെങ്കിൽ അത് ചെയ്യണല്ലോ. അവിടുത്തെ പോട്ടെ. അതായത് ഒരു മിനിറ്റ്, അതായത് ഒക്കെ ശരി. ഞാൻ ചോദിച്ചത് നമ്മൾ ഈ താത്വികമായിട്ട് അവലോകനം ചെയ്യൽ എന്റെ പൊന്നുസ്താദെ. അൽ താത്വിക അവലോകനം നമുക്ക് വേണ്ട. നമ്മള് സാധാരണ മനുഷ്യന്മാരല്ലേ? അഖില ഹാദിയയുടെ അമ്മ, ആ അമ്മയുടെ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറയൂ, നമ്മളെ ആളുകൾക്ക്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവണ്ടേ? ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് വിശ്വാസി അല്ലെങ്കിൽ ആ വിഷയത്തിൽ കിട്ടുന്നില്ല എന്നുള്ള ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കാലിനടിയിൽ സ്വർഗം ഉണ്ടോ ഇല്ലേ? അതന്നെ പറഞ്ഞിരുന്നത്. ഉണ്ടോ ഇല്ലേ? ഒന്നുകൂടി പറയൂ, ക്ലിയർ ആക്കി പറയൂ. ഒരു വിശ്വാസി ആകുക എന്നുള്ള എല്ലാത്തിനും മാനദണ്ഡമാണ്. ശരി. അപ്പൊ അതായത് അഖില ഹാദിയുടെ അമ്മയുടെ കാലിന്റെ അടിയിൽ സ്വർഗമുണ്ടോ ഇല്ലേ? ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് വിസയും പാസ്പോർട്ടിലേക്ക് ഒരാളെ കയ്യിലുള്ള വിസ ഇങ്ങനെ കയറാൻ കഴിയില്ലല്ലോ. അത് ഷുവർ അല്ലേ? കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടോ ഇല്ലേ? അത് ഞാൻ മാറ്റി പിടിച്ചൂടെ? എന്തിനു മാറ്റി പിടിക്കണം? അപ്പൊ ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോ നിങ്ങൾ ഉത്തരം കിട്ടുമ്പോ മാറ്റി പിടിക്കാന്നുള്ളത് അത് ക്ലിയർ ആക്കി നമ്മൾ മതി ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാം, ഇനി അധികം പരസ്യപ്പെടുത്തുന്നില്ല. ഹാദിയുടെ അമ്മ നരകത്തിലാണോ സ്വർഗത്തിലാണോ? അത് ഓല വിശ്വാസം അനുസരിച്ച് ഉണ്ടാവും. മുസ്ലിങ്ങളെ വിശ്വാസം നരകത്തിലാണോ സ്വർഗത്തിലാണോ? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് 100% നരകത്തിലാണ്. അപ്പൊ ഇനി മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയുമ്പോ അത് ഉമ്മ എന്ന് പറയുന്ന വിളിക്കുന്ന മാതാവാണോ അതോ അമ്മ എന്ന് വിളിക്കുന്ന ആ മാതാവാണോ? ഏത് തരം മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം? അത് അനഫികളെ ബേസ് ചെയ്ത് പറയുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്.
ഷാഫി ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഈ അഖില ഹാദിയുടെ ഉമ്മ ഹനഫിയും ഷാഫിയും ഉബൈദൊന്നും അല്ലല്ലോ, അത് നല്ല അസൽ ഹിന്ദു അല്ലേ? ഓരോരുത്തർ അപ്പൊ നിങ്ങൾ വെറുതെ വിഷയം മാറ്റില്ല, ചോദിച്ചതിന് ഉത്തരം പറയൂ. അഖില ഹാദിയുടെ അമ്മയുടെ കാലിന്റെ അടിയിൽ, അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ആ മാതാവിന്റെ കാലിന്റെ അടിയിൽ സ്വർഗമുണ്ടോ ഇല്ലേ? ആ അമ്മന്റെ കാലിന്റെ അടിയിൽ കൂടെ സ്വർഗം നേടിയെടുക്കാം. നേടുന്ന കാര്യമില്ല. ഞാൻ നിങ്ങളോട് നിങ്ങൾ മാതാവിന്റെ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ട് എന്ന് പറയുമ്പോ അത് അഖില ഹാദിയുടെ അമ്മയുടെ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടോ ഇല്ലേ? കൃത്യമായിട്ട് പറയൂ. മുസ്ലിമായ ഈ അഖില ഹാദിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മാക്ക് ചെയ്യേണ്ടത് ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും സ്വർഗം കിട്ടും. ആര് കിട്ടും? അതല്ലല്ലോ ചോദിച്ചത്. കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടോ എന്നല്ല നിങ്ങൾ പറഞ്ഞേ. കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ഉത്തരം അതുണ്ട്. അതായത് അഖില ഹാദിയുടെ അമ്മയുടെ കാലിന്റെ അടിയിൽ സ്വർഗമുണ്ട്. സ്വർഗമുണ്ട്. പക്ഷെ ആ കാലിന്റെ അടിയിൽ സ്വർഗം വെച്ചിട്ട് ഈ അഖില ഹാദിയുടെ അമ്മ നരകത്തിലല്ലേ? അതേന്ന്. അപ്പൊ പിന്നെ അങ്ങനെ കാലിന്റെ അടിയിൽ സ്വർഗം ഉണ്ടായതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ലിയാഖത്തല്ല കേട്ടോ, ലിയാഖത്തല്ല, ആരിഫാണ്. ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുടെ ഒരു ചുമതലയല്ലേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് കാണാൻ പോവുക എന്നൊക്കെ പറയുന്നത്? ഉത്തരവാദിത്തമാണ്. ഓക്കെ, അഖില ഹാദിയ കേൾക്കൂ, ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ടത് ജനാസ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിമു സിത്തുൻ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ ഇല്ലേ? ഹക്കുൽ മുസ്ലിമു അലൽ മുസ്ലിമു സിത്തുൻ. അതിലൊന്നെന്താണ്? ജനാസ സന്ദർശിക്കുക. അറിയില്ലേ? ഓക്കെ, അഖില ഹാദിയ അമ്മയുടെ ജനാസ സന്ദർശിച്ചിരുന്നോ ഇല്ലേ? അതിനെ കുറിച്ചിട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കിയില്ല. നിങ്ങൾ മനസ്സിലാക്കണല്ലോ. അങ്ങനെ എന്നാ കേട്ടോ, അഖില ഹാദിയ പോയില്ല. എന്തുകൊണ്ട് പോയില്ല? അതിനെ കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽസിന്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു തരുന്നു, വാർത്ത വന്നതാണല്ലോ. അഖില പോയില്ല. ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അഖില പോയില്ല. ചോദിച്ചാൽ ഉത്തരം പറയൂ. അഖില പോയില്ല. എന്തുകൊണ്ട് പോയില്ല? ഭർത്താവ് വിട്ടില്ല. ഭർത്താവ് മുസ്ലിമാണ്. എന്തുകൊണ്ടാണ് ഭർത്താവ് വിടാത്തത്? ഭർത്താവ് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ പെണ്ണിന് സ്വന്തം മാതാപിതാക്കളുടെ ജനാസ പോലും കാണാനുള്ള, ശവം പോലും കാണാനുള്ള അവകാശമില്ല എന്നല്ല ഇസ്ലാമിലെ നിയമം. അപ്പൊ നിങ്ങൾ പറയുന്നു ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തെന്ന് ഒരു വശത്ത് പറയുകയും എന്നിട്ട് പിന്നെ ഒരു പെണ്ണിനത് നിഷേധിക്കുകയും ചെയ്യുക, എന്നിട്ട് അത് ഭർത്താവ് അനുവദിച്ചാൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പറയാ. അങ്ങനെ ആ ഒരു നന്മ ചെയ്യാത്തതിന്റെ പേരിൽ ഹാദിയയ്ക്ക് സ്വർഗം നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി പടച്ചോൻ തന്നെയല്ലേ? നിങ്ങള് ഞാൻ ഒച്ചയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിച്ച ഒച്ചയുണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ കേൾക്കുക. ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ ചോദ്യം കേൾക്കുക. അത് പറയും. നിങ്ങൾക്ക് സമയം തരുമ്പോ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇടപെടും. ഉസ്താദ് ചോദ്യം മുഴുവനായിട്ട് കേൾക്കുക. അസ്വബറു നിസ്ഫുൽ ഈമാൻ, 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 അസ്വബറു നിസ്ഫുൽ ഈമാൻ. ചോദ്യം മുഴുവൻ കേൾക്കുക. ചോദ്യം മുഴുവൻ നിങ്ങൾ കേൾക്ക്. ക്ഷമ കൈക്കൊള്ളൂ. ക്ഷമ കൈക്കൊള്ളൂ. ക്ഷമ. ഓക്കെ, ക്ഷമ കൈക്കൊള്ളൂ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ. ക്ഷമ കൈക്കൊള്ളൂ. ചോദ്യം മുഴുവൻ കേൾക്കുക. ആദ്യം കൃത്യമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് അതിന് ഉത്തരം തരാം. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? അതായത് ഒരു മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം. ആ കാലിന്റെ അടിയിൽ സ്വർഗം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചെന്നാ പറഞ്ഞു വന്നത്? അതായത് ആ കാലിന്റെ അടിയിലെ ആ അമ്മയെ സേവിക്കുന്നത് വഴി, ആ അമ്മയ്ക്ക് നന്മകൾ ചെയ്യുന്നത് വഴിയൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താം എന്ന് പറയുന്നു. അപ്പോ ഒരു പുത്രിക്കോ പുത്രനോ തന്റെ മാതാവിനോട് ഉള്ള ഒരു പ്രധാനപ്പെട്ട കടമയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ത്? ജനാസ സന്ദർശിക്കുക. അത് മാത്രമല്ല, അത് ഒരെണ്ണമാണല്ലോ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം എന്ന് പറയുമ്പോ സ്വന്തം മക്കൾക്ക് ആ കടമയില്ലേ? ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു കടമ ഉണ്ടായിരിക്കെ ഭർത്താവ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഹാദി അത് ചെയ്യാതിരിക്കുമ്പോ അതിന്റെ പേരിൽ ഹാദിയെ ഇനി നരകത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഹാദിയെ കൊണ്ട് ആ നരകത്തിൽ കൊണ്ട് ഇടിച്ചത് ഇതേ നിയമം വെച്ചുകൊണ്ട് അള്ളാഹു തന്നെയല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയാം, കേട്ടോളി. നിങ്ങൾ എന്തെങ്കിലും മണ്ണാങ്കട്ട പറഞ്ഞിട്ട് അല്ല, ചോദിച്ചതിന് ഉത്തരം പറയാം. ഇതിനുള്ള കറക്റ്റ് ആൻസർ ASSS ബ്ലോഗിൽ ഞാൻ കറക്റ്റ് ആക്കിയിട്ടു. ഇൻഷാ അല്ലാഹ് ഒന്ന് അടുത്ത് പറഞ്ഞോളെ. അതിൽ 5 മിനിറ്റ് ആവശ്യം പറയില്ല. അടുത്ത പള്ളി പെരുന്നാൾ കാണാം.
എന്നാ പിന്നെ നിങ്ങൾക്ക് അവിടെ ചോറ് തിന്നാ പോരായിരുന്നോ? ഈ എന്താ എവിടെ ബ്ലോഗിൽ എവിടെ ഇട്ടാ പോരായിരുന്നു? ഇതിന് വെറുതെ കൈ കഴുകി രസവള്ളി പൊട്ടിച്ചു തന്നില്ല. ഇതുപോലൊരു ആക്ഷേപം പുച്ചു ഞാനൊരു ജീവിതത്തിൽ കേട്ടില്ല. ഇവന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലേ ആത്മഹത്യ കണ്ടോ, ഇതാണ് വിഷയം. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മറ്റേ ബ്ലോഗിൽ എഴുതാന്നല്ലേ നിങ്ങൾ പറയുന്നത്? പോയി ബ്ലോഗിൽ എഴുത്. പറയട്ടെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. വേഗം പറയും, ചോദിച്ചാൽ ഉത്തരം പറയും. പെൺകുട്ടികൾക്ക് അള്ളാഹുത്തല സ്വർഗം മാതാവിന്റെ കാലിലടി വെച്ചിട്ടില്ല. ഒന്ന് മനസ്സിലായോ? 2 ഇന്ന് മുണ്ടല് ഞാൻ പറയട്ടെ, ആൺകുട്ടികൾക്ക് ഇത് ഫർദുള്ളൂ. മനസ്സിലായോ? അതായത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് മരണപ്പെട്ട ഭാര്യ എന്നാ. കണ്ടോ, ഇത് 2 വ്യത്യാസമുണ്ട്. അതായത് 3 പെൺകുട്ടികളെ കിട്ടിച്ചാൽ സ്വർഗം കിട്ടും, 10 ആൺകുട്ടികൾ പെണ്ണിട്ടിയാലും സ്വർഗം ചോദിച്ചാൽ അങ്ങോട്ട് പോകണ്ട. എന്തുകൊണ്ട്? വിഷയം കല്യാണം കഴിച്ചില്ലെങ്കിൽ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഈ ആണുങ്ങളെ കാറ്റഗറി വരും. ഓ അത് ശരി. അതായത് കല്യാണം കഴിക്കാത്ത പെണ്ണ് എന്ന് പറഞ്ഞ ആണാണ്. ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ആണുങ്ങൾ കാറ്റഗറി വരും. എങ്ങനെയത്? ആണിന് മാത്രമാണ് കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ തൃപ്തിയായിക്കൊണ്ട് മരണപ്പെടണം. അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. ഓ അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ചോദിച്ചൊരു ഉത്തരം പറയൂ. ഈ പറയുന്ന ഭർത്താവിനെ അനുസരിച്ച് ഇവിടെ അടിമപ്പണിയായിട്ടിരിക്കുന്ന ഹാദിയ അല്ല, ഉമ്മാന്റെ ഈ പറയുന്ന സാധനം കാണാൻ പോകാത്തത് പ്രശ്നമില്ലെന്നാ നിങ്ങൾ പറയണേ. അല്ല, ഇസ്ലാമിൽ അടിമപ്പണി ഇല്ല. അടിമപ്പണി ഇല്ലേ? ഇല്ല. ഇസ്ലാമിൽ അടിമപ്പണി ഇല്ലേ? ഇല്ല. അടിമത്ത ഇസ്ലാമിൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ താലിബാൻ അവിടെ ഇന്നലെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നില്ലേ? ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് കയ്യിൽ നിന്ന് മാറില്ലേ. അടിമപ്പണി നിങ്ങൾ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് പോകേണ്ടി വരും. സ്ത്രീനോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പഠിച്ചോൻ പറഞ്ഞ മാതിരി പെരുമാറുകയാണെങ്കിൽ 4 ഭാര്യ ഉണ്ടെങ്കിലും തെറ്റിപ്പോല. ഇല്ലെങ്കിൽ എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ശരി, ആ പെണ്ണ് വെച്ചാടി പോകും. അപ്പൊ മുഹമ്മദ് നബിക്ക് അത് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി ചില ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്തത്. അതായത് ഓരൊക്കെ അന്തസ്സുള്ളതല്ല, 4 കൊണ്ടിടുന്നത്. നിങ്ങൾക്ക് ഒന്നിനെ കൊണ്ടെടുക്കാൻ കഴിയില്ല. നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. നമ്മൾ രീതി ലായിലല്ല മുഹമ്മദ് റസൂൽക്ക് അതിൽ സായമുസ്ലിം റസൂലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൊല്ലത്തിലേ വരുള്ളൂ. അപ്പൊ അതായിരിക്കും അപ്പൊ മുഹമ്മദ് നബിയും ഈ ഡിവോഴ്സ് ചെയ്തത് അതുകൊണ്ടായിരിക്കും. ബ്ലോഗിലിടും. അടുത്ത് പറഞ്ഞോളൂ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മുഹമ്മദ് നബി ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ കാഴ്ചപ്പാടിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സെക്ഷൻ കണ്ടതായിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, മുഹമ്മദ് നബി ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഏതോ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? മുഹമ്മദ് നബി കെട്ടി ഒഴിവാക്കിയ പ്രയാസം അറിയാം. എനിക്കറിയാൻ കുറച്ച് പ്രയാസമുണ്ട്. അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? ആ ചരിത്രത്തിൽ അങ്ങനെ ചരിത്രത്തിൽ ഇല്ലാന്നോ? ഇല്ല. അതുകൊണ്ട് ആളുകളുടെ പേര് നമുക്ക് ഇപ്പൊ എടുക്കാൻ ഞാൻ വായിച്ചുതരാം. അതിപ്പോ ശരിയാക്കി തരാം. പറഞ്ഞോളി. മുഹമ്മദ് നബി ഒഴിവാക്കിയ പെണ്ണുങ്ങളെ പേര് നിങ്ങൾക്ക് അറിയില്ല? ഒരെണ്ണങ്ങൾ കാട്ടി തന്നാണി. ഇല്ല, അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല. എല്ലാത്ത എങ്ങനെ അറിയാം? നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും ജൂതന്മാരെ കിട്ടാം. അതായത് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നേരെ കിടക്കണേ. വെള്ളപ്പാട് കണ്ടിട്ട് മൊഴി ചൊല്ലിയ ഭാര്യയുടെ പേരെന്താ? നിങ്ങളൊന്ന് കാട്ടി തന്നാ. വെള്ളപ്പാട് കണ്ടിട്ട് നിങ്ങൾ അതും കാട്ടി തന്നാ പ്രൂഫ് ചെയ്താ. വെള്ളപ്പാട് കണ്ടിട്ട് മൊഴി ചൊല്ലിയ ഭാര്യന്റെ പേര് പറയും. കാക്കാപുള്ളി കണ്ടിട്ടായിരിക്കും. നിങ്ങൾ പ്രൂഫ് ചെയ്താണ്. അല്ലാതെ ഭാര്യയുടെ പേര് നിങ്ങൾ കേട്ടിട്ടില്ല? ഒക്കെ എനിക്കല്ല, ഞാൻ കേൾക്കാൻ നിങ്ങളെ കേൾക്കുന്ന വേറെ കേൾക്കലാണ്. ആണോ? പേര് അംറ ബിൻത് യസീദ്. കേട്ടിട്ടുണ്ടോ? ആരാ റിപ്പോർട്ട് ചെയ്ത്? റിപ്പോർട്ട് ചെയ്യേ, ചരിത്രം എടുത്ത് വായിക്കേ. അതിനകത്ത് എഴുതിയിട്ടില്ലേ? ഇത് സംഗതി ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അംറ ബിൻത് യസീദ് എന്ന് പറഞ്ഞൊരു ഭാര്യ മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നില്ലേ? അതാദ്യം പറയും. അംറ ബിൻത് യസീദ്. എന്റെ ശ്രദ്ധയിൽ കാലത്തിന്റെ ഇടയിൽ ഒന്നുമില്ല. ലോക പൊട്ടനാണ്. ലോക പൊട്ടൻ. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വന്ന ബുദ്ധിനെങ്കിലും വിളിച്ചു. നിങ്ങൾ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇസ്ലാം മുഴുവൻ പഠിച്ചിട്ടില്ല. ഈ പെണ്ണിനെ മുഹമ്മദ് നബി കെട്ടിക്കഴിഞ്ഞപ്പോ ആദ്യത്തെ രാത്രി അവിടെ ആ അരണ്ട വെളിച്ചത്തിൽ മുഹമ്മദ് നബി കാണുകയാണ് ശരീരത്തിൽ ചില വെള്ളപ്പാടുകൾ. അപ്പൊ തന്നെ മൊഴിയല്ലേ? അപ്പൊ തന്നെ മൊഴിയല്ലേ? ശരിയാ. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാത്തൊരു സാധനം നമ്മൾ പറഞ്ഞു തരുമ്പോ അത് കോയാണ്ടിയുടെ അടുത്ത് നിങ്ങൾ സ്വയം അങ്ങോട്ട് പറഞ്ഞാൽ മതിന്നേ. അതല്ല വേണ്ടത്. നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് കോയാണ്ടി എന്ന് പറയേണ്ട കാര്യം. നിങ്ങൾ എന്നല്ലേ കോയാണ്ടി? നിങ്ങൾ എന്നല്ലേ കോയാണ്ടി? അപ്പൊ നിങ്ങള് അംറ ബിൻത് യസീദ് എന്ന് പറയുന്ന പെണ്ണിനെ കെട്ടിയിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ മമ്മദിനും ഈ കയ്യിലിരിപ്പിന്റെ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം? ഇതാണ് നിങ്ങളുടെ കുഴപ്പം. അല്ല, ഒരു 10 ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കിയെന്ന് വെച്ചോളൂ. ഇന്നപ്പം എന്താ വിഷയം? നിങ്ങളല്ലേ പറഞ്ഞ ഡിവോഴ്സ് ചെയ്യുന്നത് കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണെന്ന്. അങ്ങനെ വരുമ്പോ മുഹമ്മദ് നബിക്ക് കയ്യിലിരിപ്പിന്റെ കുഴപ്പമുണ്ടെന്നല്ല അർത്ഥം. ഒന്നും ഒഴിവാക്കി നിങ്ങൾ ഒരു ഡിവോഴ്സ് ചെയ്യാന്ന് പറയുന്നത് കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ മമ്മദും കയ്യിലിരിപ്പിന്റെ കുഴപ്പമുള്ള ആളാണ്. കാരണം മമ്മദും ഇതേപോലെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. കെട്ടി ഒഴിവാക്കി ഒരു തെണ്ടിയാണ് മമ്മദ്. ഒരു സംശയമില്ല. സമ്മതിക്കോ? അതെ നിങ്ങളല്ലേ പറഞ്ഞത് കെട്ടി ഒഴിവാക്കുന്നത് കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്, നോക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ മമ്മദും കെട്ടി ഒഴിവാക്കി.
ഈ പറഞ്ഞ പെണ്ണിനെ. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചരിത്ര ബുക്ക് എടുത്ത് വായിക്കുക. ഇനി നിങ്ങൾ ചോദിക്കുമ്പോ ഈ പ്രൂഫ് എടുത്തോണ്ട് വരുന്നത് നിങ്ങൾ ഇബ്നു ഇഷാഖ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇബ്നു ഇഷാഖ് വായിച്ചിട്ടുണ്ടോ? തബരി വായിച്ചിട്ടുണ്ടോ? തബരിയിലുണ്ട്, ഇബ്നു ഇഷാഖിലുണ്ട്, പോയി വായിക്കുക. ഓക്കെ, സൗകര്യം പോയി വായിക്കാം. തബരിയിലുണ്ട്, ഇബ്നു ഇഷാഖിലുണ്ട്, സൗകര്യം പോയി വായിക്കാം. ആ പെണ്ണിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അതന്നെ, അത് കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞു. വെള്ളപ്പാട് കണ്ടിട്ട് കെട്ടിയിട്ട് ആദിരാത്രിയിൽ നിന്ന് ഒഴിവാക്കിയ ചങ്ങാതിയാണ്. ഇതാണ് മുഹമ്മദ്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഈ മാതിരി കണ്ടിത്തരമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇമാതിരി കണ്ടിത്തരമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു പെണ്ണിനെ കെട്ടിയാൽ അസുഖമുണ്ടെങ്കിൽ ഒന്നിലും മുഹമ്മദല്ലേ ആ കരിഞ്ജീരകവും ആ തേനും കൊടുത്തിട്ട് അത് മാറ്റേണ്ട പൊന്നു കോയ. ഇത്രയുള്ള നബി, ഇത്ര വലിയ ഔഷധമാണ്, മരണം ഒഴിച്ച് എന്തും മാറ്റം എന്ന് പറയാം. എന്നിട്ട് ഒരു വെള്ളപ്പാട് കണ്ടപ്പോ അപ്പൊ തന്നെ മൊഴിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നൂട്ട് പ്രവാചകനാണ്. നിങ്ങൾ സൗകര്യത്തിൽ പോയി കാണും. പെണ്ണിന്റെ പേര് ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇനി എന്താ വേണ്ടത്? വിഷയം ചർച്ച ചെയ്ത് ആവശ്യമില്ലാത്തതോ? നിങ്ങൾ എന്താ പറഞ്ഞത്? കെട്ടിയിട്ട് ഡിവോഴ്സ് ചെയ്യുന്നത് ഒരു കയ്യിലിരിക്കുന്ന കുഴപ്പമാണെന്ന് പറയുമ്പോ മുഹമ്മദ് കെട്ടി ഒഴിവാക്കിയ പെണ്ണിന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഒച്ചയൊന്നും ഉണ്ടാക്കണില്ല. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കണം. നിങ്ങൾ അറിയാത്തത് അറിയുമ്പോ അത് അംഗീകരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പേര് വരെ പറഞ്ഞത് നിങ്ങൾക്ക് പോയി അന്വേഷിക്കാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമില്ല. ഓക്കെ, അമ്ര ബിൻത് യസീദ് ആളുടെ പേര് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ബെഡോയിൻ ആയിരുന്നു. ബദുക്കൾ എന്ന് കേട്ടിട്ടില്ലേ? ഒരു ബദു പെണ്ണായിരുന്നു അത്. ഓക്കെ, കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ വെള്ളപ്പാട് കണ്ടിട്ട് അവിടെ ഡിവോഴ്സ് ചെയ്ത പെണ്ണാണ്. ഇതാണ് മുഹമ്മദിന്റെ. ഇനി അതുകൂടാതെ ഈ പറയുന്ന സൗദയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കിയ ചങ്ങാതിയാണ് നമ്മുടെ മുഹമ്മദ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ആ ഡിവോഴ്സ് അവിടെ തടഞ്ഞത്? അത് നിങ്ങൾക്കറിയോ? സൗദയുടെ ഡിവോഴ്സ് എങ്ങനെ മുഹമ്മദിനെ കൂടെ തടഞ്ഞത്? സൗദയ്ക്ക് തടി കൂടുതലായിരുന്നു. മുഹമ്മദിന് നിങ്ങൾ ചോദിക്കുമ്പോ ഉത്തരം പറയുമ്പോ കേൾക്കാൻ സൗകര്യം കാണിക്കുക. ഓക്കെ, നിങ്ങള് മുഹമ്മദ് കെട്ടി ഒഴിവാക്കിയ പെണ്ണിന്റെ പേര് ഞാൻ രണ്ടാമത്തെ പെണ്ണിന്റെ പേരാ പറയുന്നത് സൗദ. രണ്ടാമത്തെ പെണ്ണിന്റെ പേരാ പറയുന്നത് സൗദ. സൗദയെ കെട്ടി ഒഴിവാക്കാൻ നോക്കിയപ്പോ സൗദ കേണ അപേക്ഷിച്ചു. എന്റെ പൊന്ന മുഹമ്മദ് എന്നെ ഒഴിവാക്കരുത്, എന്റെ രാത്രികൾ നിങ്ങൾ ആയിഷക്ക് എടുത്തു, ഞാൻ ആയിഷയ്ക്ക് കൊടുത്തു, ആയിഷയുമായിട്ട് കിടന്നോളൂ, എന്നാലും എന്നെ ഒഴിവാക്കരുത്, ഞാൻ പട്ടണി കിടന്ന് ചാവെന്ന് പറഞ്ഞ് കാല് പിടിച്ചപ്പോ സൗദനെ അവിടെ പിടിച്ചു നിർത്തി. ഇതാണ് മുഹമ്മദ് ചെയ്തത്. ഇനി മുഹമ്മദ് ഒഴിവാക്കാനുള്ള കാരണം എന്താ? സൗദയ്ക്ക് പൊണ്ണത്തടിയായിരുന്നു, അതായിരുന്നു കാരണം. അപ്പൊ ഇമാതിരിയുള്ള വെള്ളപ്പാട് കണ്ടിട്ടും പൊണ്ണത്തടി കണ്ടിട്ടും പെണ്ണുങ്ങളെ കെട്ടി ഒഴിവാക്കുന്ന തെണ്ടിയാണ് മുഹമ്മദ്. ഓക്കെ, ഇതാണ് മുഹമ്മദ് ചെയ്തത്. അപ്പൊ ഇനി പോയി ബാക്കി ചോറുണ്ടിട്ട് കോയ കിടന്നുറങ്ങ്. ശരി. ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? Wow.